ഇതുപോലത്തെ തമാശകൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത് നിർത്തണമെന്ന് അവരുടെ പാർട്ടി കമ്മിറ്റി തന്നെ പറയുന്നു എന്നാണ് നിങ്ങളെല്ലാവരും പറഞ്ഞത്. എം വി ഗോവിന്ദൻ ഈ പറഞ്ഞ ഇതുപോലത്തെ തമാശകൾ ഇനി പറയരുത് എന്നാണല്ലോ പറഞ്ഞതെന്ന് പറയുന്നത്. ഈ ഒരു രാഷ്ട്രീയ വേട്ടയാടലെന്നാണ് ഇപ്പോൾ CPM പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു കേസ് നടക്കുമ്പോൾ ആ കേസിൻ്റെ അന്വേഷണം നടക്കുന്നത് എങ്ങനെയാണ് വേട്ടയാവും? ആ അന്വേഷണമാണ് നടക്കുന്നത്. നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പ്രതിഷേധത്തിനാണ് CPM ആഹ്വാനം ചെയ്തിരിക്കുന്നത് ജില്ലാ കമ്മിറ്റി. അതാണ് അതിൻ്റെ അർത്ഥം. എന്താ വെച്ചാൽ അവർക്ക് എന്തൊക്കെയോ ഭയക്കുന്നുണ്ട് എന്നാണ്. നിയമം കോടതിയിൽ നേരിടാൻ കഴിയാതെ തെരുവിൽ നേരിടുക എന്നുള്ള നിലപാടെടുക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞാൽ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കുക. രാഷ്ട്രീയപരമായിട്ടുള്ള നേതാക്കളെ വേട്ടയാടാൻ BJP ഉപയോഗിക്കുന്നുള്ള ആരോപണം ദേശീയ തലത്തിൽ തന്നെ ഉണ്ട്. ആരോപണം ഉന്നയിക്കുന്നു? ആരൊക്കെ എതിരായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടുള്ളത്? കേജ്രിവാളിൻ്റെ കേസ് നടക്കുകയല്ലേ ഇപ്പോഴും? കേജ്രിവാളിൻ്റെ കേസ് എവിടെ അവസാനിച്ച്? തീർപ്പാക്കിയ കേസിൽ വരെ 95% മാത്രമാണ് തീർപ്പാക്കിയത് എന്നാരാ പറയുന്നത്? അങ്ങനത്തെ കണക്കുകളൊക്കെ പുറത്തു. ഒരു കണക്കും പുറത്തു വന്നിട്ടില്ല അങ്ങനത്തെ. ഇതൊക്കെ നിങ്ങളുടെ ധാരണയാണ്. നിങ്ങൾ CPMൻ്റെ പ്രചരണം നിങ്ങൾ ഏറ്റെടുക്കണ്ട. കാര്യം ഒരു കേസ് നടക്കുമ്പോൾ കോടതികളിൽ നിങ്ങൾ ഇന്നത്തെ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഹൈക്കോടതി ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ EDക്ക് അനുവാദം കൊടുത്തു. അത് വായിച്ചോ പത്രത്തിൽ? ഇന്നലെ കേരള ഹൈക്കോടതി എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ED മുന്നോട്ട് പോകും. ഡീലെന്ന് പറയാൻ കാരണം ഇന്നലെ മുഖ്യമന്ത്രി PM-നെ കാണുന്നു, അമിത്ഷായെ കാണുന്നു. ഇന്ന് രാവിലെ ഉടനെ തന്നെ എല്ലാവരും ഇറങ്ങി പുറപ്പെടുക. CPM-ന് കേന്ദ്രഭരണത്തിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ ഇരിക്കാത്തതുകൊണ്ട് അവർക്ക് നമ്മുടെ നാട്ടിലെ ഈ അന്വേഷണ ഏജൻസികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് ധാരണയില്ല. ആ ധാരണയില്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ ബാലിശമായിട്ട് അവരാലോചിക്കുന്നത്. അവർ ആ തലത്തിലേക്ക് എത്തണം. അറിയില്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ മിണ്ടാതിരിക്കണം. കേരള പോലീസുകാരനെ വിളിച്ചിട്ട് ഈ രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞില്ലേ, അതുപോലെയാണ് ED പ്രവർത്തിക്കുന്നത് എന്നുള്ള ധാരണയാണ് CPM-കാർക്ക്. അങ്ങനെയല്ല. കേരള പോലീസുകാരോട് പോയിട്ടടിക്ക് എന്ന് പറഞ്ഞതുപോലെ EDയോട് പോയിട്ട് റെഡി എന്ന് പറഞ്ഞാൽ ED 12 സ്ഥലങ്ങളിൽ പോയി റെഡി എന്നതല്ല. EDക്ക് അതിൻ്റേതായിട്ടുള്ള രീതികൾ. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും ഈ എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ടുള്ള കോടതിയുടെ ഭാഗത്ത് തന്നെ തുടർ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ED വന്നിട്ടുണ്ടായില്ല. എൻ്റെ സുഹൃത്തെ പറയുന്നത് കേൾക്കുന്നത്. അതായത് 3 കോടതികൾ, കേരള ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി, ബാംഗ്ലൂർ ഹൈക്കോടതി, ഈ കോടതികളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളും കേരള സർക്കാർ ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള തടസ്സവാദങ്ങൾ, ആ തടസ്സവാദങ്ങൾ മറികടന്നിട്ടേ അന്വേഷണം നടത്താൻ പറ്റുള്ളൂ. അത് അവസാനത്തത് ഇന്നലെയാണ് നടന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെയുള്ള അന്വേഷണം നടത്തുന്നതിന് ഉണ്ടായിരുന്ന പ്രശ്നം, എല്ലാ കോടതിയിലും എന്തെങ്കിലും ഇതിന് മുന്നോട്ട് പോരുത്, ഇത് സ്റ്റേ ചെയ്യണം, ആ കോടതികൾ ഇടപെട്ടു. അവിടെ ED എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി നമുക്ക് 12 കാണാം.